സുഹൃത്തുക്കളെ, ആളുകൾ നിങ്ങളെ വിലമതിക്കുന്നില്ലേ? സമൂഹത്തിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട ആദരവും ബഹുമാനവും ലഭിക്കുന്നില്ലേ? ആളുകൾ നിങ്ങളെ എപ്പോഴും അവഗണിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ സമൂഹത്തിൽ നിങ്ങളുടെ മൂല്യം വളരെ കുറവാണെന്ന് മനസ്സിലാക്കുക. ഇന്നത്തെ കാലത്തെ കൈപ്പേറിയ സത്യം എന്തെന്നാൽ, സമൂഹത്തിൽ നിങ്ങൾക്ക് ഒരു മൂല്യവുമില്ലെങ്കിൽ ആരും നിങ്ങളെ അന്വേഷിക്കുക പോലുമില്ല. നിങ്ങളെ വിലമതിക്കുന്നത് പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇതിലുമപ്പുറം നിങ്ങളുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പോലും നിങ്ങളോട് ശരിയായി സംസാരിക്കുക കൂടിയില്ല. സമൂഹത്തിൽ നിങ്ങൾക്കൊരു പ്രത്യേക വ്യക്തിത്വം ഉണ്ടാക്കണമെങ്കിൽ, പ്രശസ്തി നേടണമെങ്കിൽ, അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തണമെങ്കിൽ അതിനുവേണ്ടി ആദ്യം സമൂഹത്തിൽ നിങ്ങൾക്കൊരു മൂല്യം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. സമൂഹത്തിൽ നിങ്ങൾക്ക് മൂല്യമില്ലെങ്കിൽ ആളുകൾ നിങ്ങൾക്ക് അല്പം പോലും വില നൽകുകയില്ല. നിങ്ങൾ നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുവാനും സമൂഹത്തിൽ ആദരവ് നേടാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന 15 മികച്ച വഴികൾ ഞങ്ങൾ ഈ വീഡിയോയിൽ കൂടി പറഞ്ഞു തരാം. സ്വന്തം മൂല്യം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മൂല്യത്തെ വിലമതിക്കുവാൻ പഠിക്കണം. അതായത് സ്വന്തമായി നിങ്ങളെ തന്നെ ആദരിക്കാൻ പഠിക്കുക. നിങ്ങൾ നിങ്ങളുടെ പ്രാധാന്യം സ്വയം മനസ്സിലാക്കാത്തിടത്തോളം മറ്റൊരാൾ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുമെന്ന് എങ്ങനെ പ്രതീക്ഷിക്കുവാൻ കഴിയും? അതിനാൽ ആദ്യം നിങ്ങളെ തന്നെ മനസ്സിലാക്കുകയും സ്വന്തം മൂല്യത്തെ വിലമതിക്കുവാൻ പഠിക്കുകയും ചെയ്യുക. രണ്ടാമതായുള്ളത് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. നല്ല പെരുമാറ്റമുള്ള വ്യക്തികളെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങളുടെ പെരുമാറ്റം അവരെ ആകർഷിക്കുന്നതിൽ വളരെ പ്രധാനമാണ്. ആളുകൾ നിങ്ങളുടെ പെരുമാറ്റം എപ്പോഴും ഓർക്കും. അവർ നിങ്ങളുടെ പേര് മറന്നേക്കാം, പക്ഷേ നിങ്ങളുടെ ഭാവങ്ങൾ, പ്രവൃത്തികൾ, പെരുമാറ്റം എന്നിവ ശ്രദ്ധിക്കുകയും എപ്പോഴും ഓർക്കുകയും ചെയ്യും. കൂടാതെ ആളുകൾ നിങ്ങളുടെ വസ്ത്രധാരണ രീതിയും ശ്രദ്ധിക്കും. നിങ്ങളുടെ വസ്ത്രധാരണം നിങ്ങളുടെ വ്യക്തിത്വത്തെ വ്യക്തമാക്കുന്നു. നിങ്ങളുടെ വസ്ത്രധാരണം വൃത്തിയുള്ളതും മനോഹരവുമായിരിക്കണം. കാരണം ആളുകൾ ആദ്യം നിങ്ങളുടെ വസ്ത്രധാരണമാണ് കാണുന്നത്, അതിനുശേഷമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആരെയെങ്കിലും കാണാൻ പോവുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക. ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് തിളക്കം നൽകുകയും ആളുകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യും. അടുത്തതായുള്ളത് നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ വേണ്ട എന്ന് പറയുവാൻ പഠിക്കുക. ചില സമയങ്ങളിൽ വേണ്ട എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗുണകരമാകും. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ അതനുസരിച്ച് എല്ലാ കാര്യങ്ങൾക്കും അതെ എന്ന് പറഞ്ഞ് പ്രവർത്തിച്ചാൽ നിങ്ങൾ അവർക്ക് നൽകുന്ന പ്രാധാന്യം അവർ നിങ്ങൾക്ക് തിരികെ നൽകില്ല. അവർ നിങ്ങളെ ഉപയോഗിച്ച് അവരുടെ കാര്യം നേടുക മാത്രമാണ് ചെയ്യുന്നത്. അതിനാൽ ആവശ്യമുള്ള സമയത്ത് വേണ്ട എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ഇത് നിങ്ങളുടെ പ്രതിച്ഛായ നിലനിർത്തുവാൻ സഹായിക്കും. അടുത്തതായുള്ളത് പെട്ടെന്ന് തന്നെ മറുപടി നൽകാതെ ചിന്തിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കുകയോ ഉപദേശം തേടുകയോ എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുകയോ ചെയ്താൽ ഉടൻ മറുപടി നൽകരുത്. കാരണം തിരക്കിട്ട് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ തെറ്റായ കാര്യങ്ങളും പറഞ്ഞു പോയേക്കാം. അതിനാൽ കുറച്ച് സമയമെടുത്ത് നന്നായി ചിന്തിച്ച് മനസ്സിലാക്കി മുഴുവൻ കാര്യങ്ങളും പറയുക. അതുവഴി അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടും. ഇങ്ങനെ ചെയ്യുമ്പോൾ ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടുകയും ആളുകൾക്കിടയിൽ നിങ്ങളുടെ മൂല്യം വർദ്ധിക്കുകയും ചെയ്യും. അടുത്തതായുള്ളത് സമയം പാഴാക്കാതിരിക്കുക എന്നുള്ളതാണ്. സമയം വെറുതെ കളയുന്നത് ജീവിതം പാഴാക്കുന്നതിന് തുല്യമാണ്. സമയത്തിന്റെ ഉടമയായി നിങ്ങൾ മാറിയാൽ ജീവിതത്തിന്റെ ഉടമയാകാം. നിങ്ങൾ ഒരിക്കൽ പ്രതിജ്ഞാബദ്ധനായാൽ സമയത്തിന്റെ വില അളക്കാൻ നിങ്ങൾ പഠിക്കും. സമയത്തെ ശരിയായ ദിശയിൽ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നവർ മാത്രമാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും നിലനിൽക്കും. കൂടാതെ ജീവിതത്തിന്റെ എല്ലാ വഴിത്തിരിവുകളിലും അവർ വിജയം നേടുകയും ചെയ്യും. അവരുടെ ജീവിതം കണ്ട് പലരും പ്രചോദിതരാകുകയും സമൂഹത്തിൽ അവർക്ക് ആദരവ് ലഭിക്കുകയും ചെയ്യുന്നു. അതിനാൽ സമയത്തിന്റെ മൂല്യം മനസ്സിലാക്കുകയും അത് ശരിയായി ഉപയോഗിച്ച് നിങ്ങൾക്കായി ഒരു പ്രത്യേക വ്യക്തിത്വം സൃഷ്ടിക്കുകയും ചെയ്യുക. ആറാമതായുള്ളത് നിങ്ങളുടെ സംസാരം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ആവശ്യമുള്ളപ്പോൾ മാത്രം സംസാരിക്കുക. കുറച്ച് സംസാരിക്കുന്നവർ അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ മാത്രം സംസാരിക്കുന്നവർ വേഗത്തിൽ വിജയത്തിലെത്തും. അവർ ബന്ധങ്ങളിലും വിജയിക്കുന്നു. സാമൂഹിക തലത്തിൽ അവർക്ക് വലിയ ബഹുമാനം ലഭിക്കുന്നു. കുറച്ച് സംസാരിക്കുന്നത് പോലെ പ്രയോജനകരമായ മറ്റൊരു ശീലവുമില്ല. കുറച്ച് സംസാരിക്കുന്നവരുടെ വാക്കുകൾ മറ്റുള്ളവർ വളരെ ശ്രദ്ധയോടെ കേൾക്കും. ഓരോ വിജയിച്ച വ്യക്തിയുടെയും ശീലമാണ് കുറച്ച് സംസാരിക്കുക എന്നത്. കുറച്ച് സംസാരിക്കുക എന്നാൽ ആവശ്യമുള്ളത്ര മാത്രം സംസാരിക്കുക എന്നതാണ്. ഉദാഹരണത്തിന്, നിങ്ങളെക്കുറിച്ച് പറയാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഒരുപാട് സംസാരിക്കുന്ന വ്യക്തി കേൾക്കുന്നയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വരെ പറഞ്ഞു തുടങ്ങും. നിങ്ങൾ കൂടുതൽ സംസാരിച്ചാൽ ആളുകൾ നിങ്ങളെ കുറച്ചു കേൾക്കുകയും നിങ്ങളിൽ നിന്ന് അകന്നു പോകുവാൻ ശ്രമിക്കുകയും ചെയ്യും. അതേസമയം കുറച്ച് സംസാരിക്കുന്ന വ്യക്തി കേൾക്കുന്നയാൾ അറിയാൻ ആഗ്രഹിക്കുന്നത് മാത്രം പറയും.
കുറച്ച് സംസാരിക്കുന്നത് ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കാൻ ഇടയാകുകയും വീണ്ടും കേൾക്കാൻ ആകാംക്ഷയോടെ ഇരിക്കുകയും ചെയ്യും. ഏഴാമതായുള്ളത് എപ്പോഴും മുന്നോട്ടു പോകുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും നിർത്തരുത്. പകരം എപ്പോഴും എന്തെങ്കിലും പഠിക്കുകയും ലക്ഷ്യത്തിലേക്ക് മുന്നോട്ടു പോവുകയും ചെയ്യുക. നിങ്ങൾ തുടർച്ചയായി മുന്നോട്ടു പോകുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ലക്ഷ്യം നേടുക തന്നെ ചെയ്യും. നിങ്ങളുടെ വിജയത്തിന്റെ കൊടുമുടിയിലെത്തുമ്പോൾ ആളുകൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ വളരെയധികം പ്രശംസിക്കും. അവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം വർദ്ധിക്കുകയും അവർക്ക് നിങ്ങളൊരു മാതൃകയായി മാറുകയും ചെയ്യും. ഇതുവഴി നിങ്ങളുടെ മൂല്യം പല മടങ്ങ് വർദ്ധിക്കും. എട്ടാമതായുള്ളത് നല്ല ശ്രോതാവാകുക എന്നുള്ളതാണ്. ശ്രദ്ധിച്ചു കേൾക്കുന്ന ശീലം വളർത്തുക. മറ്റുള്ളവരെയും കേൾക്കുക. എപ്പോഴും നിങ്ങളുടെ കാര്യം മാത്രം പറയുന്നത് കൂടുതൽ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചു കേൾക്കുന്നത് പ്രയോജനകരമാണ്. കേൾക്കാൻ കഴിവുള്ള വ്യക്തി എപ്പോഴും മറ്റുള്ളവരുമായി മെച്ചപ്പെട്ട ആശയവിനിമയം സ്ഥാപിക്കാൻ വിജയിക്കുന്നു. കാര്യങ്ങൾ നന്നായി കേട്ട് മനസ്സിലാക്കി സംസാരിക്കുന്നത് ജീവിതത്തിൽ വിജയിക്കുവാൻ എളുപ്പമാകുന്നു. നല്ലൊരു ശ്രോതാവായിരിക്കുന്നത് മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെ ലോകത്തെ കാണാൻ നിങ്ങൾക്ക് അവസരം നൽകുന്നു. ഇത് നിങ്ങളുടെ മനസ്സിലാക്കാനുള്ള കഴിവും സഹാനുഭൂതിയും വർദ്ധിപ്പിക്കുന്നു. അടുത്തതായുള്ളത് മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങളെ അഭിനന്ദിക്കുക എന്നുള്ളതാണ്. ആരെങ്കിലും മറ്റൊരാളെ പ്രശംസിക്കുമ്പോൾ അവരിലേക്ക് ആകർഷണം താനേ വർദ്ധിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ ഓരോ ദിവസവും ആരെയെങ്കിലും പ്രശംസിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ ഒരാളെ പ്രശംസിച്ചാൽ അവർ നിങ്ങളിൽ സന്തോഷിക്കുകയും നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങളുമായി ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആളുകളുടെ നല്ല പ്രവൃത്തികളെ അഭിനന്ദിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് പ്രചോദനമാകും. നിങ്ങൾ എല്ലാ ദിവസവും ആളുകളെ പ്രശംസിക്കുമ്പോൾ ആളുകൾക്കിടയിൽ നിങ്ങളുടെ സാന്നിധ്യം വർദ്ധിക്കും. ക്രമേണ കൂടുതൽ ആളുകൾ നിങ്ങളുമായി അടുക്കുകയും അത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും അവരുടെ സഹായം ലഭ്യമാക്കുകയും ചെയ്യും. അതുവഴി വിജയത്തിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനും സഹായകമാകും. അടുത്തതായുള്ളത് വാക്ക് പാലിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരാൾക്ക് എന്തെങ്കിലും വാഗ്ദാനം ചെയ്യുമ്പോൾ അത് പാലിക്കുക. ഇല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ ഒരു ചതിയനായി കണക്കാക്കുകയും അവരുടെ മുന്നിൽ നിങ്ങളുടെ മൂല്യം ഇല്ലാതാവുകയും ചെയ്യും. ഇതിലും നല്ലത് കൂടുതൽ വാഗ്ദാനങ്ങൾ നൽകുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുന്ന വാഗ്ദാനങ്ങൾ മാത്രം നൽകുക. വെറുതെ ആർക്കും പ്രതീക്ഷ നൽകരുത്. ഇല്ലെങ്കിൽ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എതിരാകും. അടുത്തതായി പറയുന്നത് ആർക്കും വേണ്ടി കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാകാതിരിക്കുക എന്നുള്ളതാണ്. ആരെങ്കിലും ഒരാളെ സഹായിച്ചാൽ ആ വ്യക്തി വീണ്ടും വീണ്ടും ഏതെങ്കിലും ജോലികൾക്കായി അവരോട് ആവശ്യപ്പെടുന്നത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. നിങ്ങൾ ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി എപ്പോഴും ലഭ്യമാണെങ്കിൽ അവർ നിങ്ങളെ ഉപയോഗിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. നിങ്ങളുടെ പ്രാധാന്യം അവിടെ കുറയുകയും ചെയ്യും. അടുത്തതായി പറയുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ ദുരിതങ്ങൾ പറയാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ദുഃഖങ്ങളും വേദനകളും എല്ലാവരുമായി പങ്കുവെക്കുന്നത്. അങ്ങനെ ചെയ്താൽ സമൂഹത്തിൽ നിങ്ങൾക്ക് അപമാനം മാത്രമേ ഉണ്ടാകൂ. എല്ലാവർക്കും നിങ്ങളെയും നിങ്ങളുടെ വാക്കുകളെയും മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ തന്നെ പരിഹാരം കണ്ടെത്തണം. എന്നാൽ നിങ്ങളുടെ പ്രശ്നം ഒരു ജ്ഞാനിയായ വ്യക്തിയോട് പറഞ്ഞ് ഉപദേശം തേടാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കും. ഇത് ആളുകൾ നിങ്ങൾക്ക് സ്നേഹവും വിശ്വാസവും നൽകുന്നതിനും സമൂഹത്തിൽ വലിയ ബഹുമാനം ലഭിക്കുന്നതിനും കാരണമാകും. അടുത്തതായുള്ളത് സ്വയം പുകഴ്ത്താതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഏതെങ്കിലും നല്ലത് ചെയ്യുകയാണെങ്കിൽ സ്വയം പുകഴ്ത്തരുത്. എപ്പോഴും മറ്റുള്ളവരെ പ്രശംസിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ സ്വയം പുകഴ്ത്തി തുടങ്ങുകയാണെങ്കിൽ ആളുകളുടെ കണ്ണിൽ നിങ്ങളുടെ പ്രതിച്ഛായ മോശമായി പോകും. അതായത് ആളുകൾ നിങ്ങളെ നേരിട്ട് അവഗണിക്കുവാൻ തുടങ്ങും. അതുകൊണ്ട് സ്വയം പുകഴ്ത്തുന്നത് ഒഴിവാക്കുക. അടുത്തതായുള്ളത് പരദൂഷണം ഒഴിവാക്കുക, അല്ലെങ്കിൽ ആരെയും കുറിച്ച് മോശം സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ആരെയെങ്കിലും കുറിച്ച് മോശം പറയുന്നത് വളരെ മോശം കാര്യമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ഇത് നിങ്ങളുടെ പ്രതിച്ഛായയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കാം. മറ്റുള്ളവരെ കുറിച്ച് മോശം പറയുന്നത് നിങ്ങളുടെ മൂല്യം കുറയ്ക്കുവാൻ തുടങ്ങും. ഇത് നിങ്ങളുടെ ചിന്താഗതി എന്താണെന്ന് വെളിപ്പെടുത്തുന്നു. ക്രമേണ നിങ്ങൾക്ക് കൂടുതൽ ബഹുമാനം നൽകുന്നതിൽ അർത്ഥമില്ലെന്ന് ആളുകൾ മനസ്സിലാക്കുവാൻ തുടങ്ങും. അതിനാൽ മോശം പറയുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുക. അവസാനത്തേതായിട്ടുള്ളൊരു മാർഗമാണ് ധനികനാവുക എന്നുള്ളത്. പോക്കറ്റിൽ പണമുണ്ടെങ്കിൽ ശത്രുക്കൾ പോലും സുഹൃത്തുക്കളായി മാറുമെന്ന പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ഇന്നത്തെ കാലത്ത് ആരുടെ പോക്കറ്റിലാണോ പണമുള്ളത് അവനാണ് രാജാവ്. അതിനാൽ പണം സമ്പാദിക്കുകയും ധനികനാവുകയും ചെയ്യുക. നിങ്ങൾ ധനികനാകുമ്പോൾ ആളുകൾ നിങ്ങളെ ഒരു പ്രതീക്ഷയോടെ നോക്കുവാൻ തുടങ്ങും. അവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ധനികനാവുകയും നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചില ജീവിത പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയും. അനുഭവങ്ങളിൽ നിന്നും പഠിക്കുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നും നിങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കുക. തെറ്റുകൾ വരുത്തി മാത്രം പഠിക്കാൻ ആർക്കും അത്രയും ആയുസില്ല. തുടർച്ചയായ ചലനം ഉണ്ടാക്കുക.
തെറ്റായ ദിശയിൽ വേഗത്തിൽ ഓടുന്നതിനേക്കാൾ നല്ലത് ശരിയായ ദിശയിൽ സാവധാനം മുന്നോട്ട് പോകുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ സമയവും സ്വയം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുക. കാരണം നിങ്ങൾ സ്വന്തം മൂല്യം വർദ്ധിപ്പിക്കുമ്പോൾ ആളുകൾ നിങ്ങളെ തേടി വരും. അതാണ് യഥാർത്ഥ വിജയം. സുഹൃത്തുക്കളെ, ഇതാണ് നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുവാനും ആളുകൾക്കിടയിൽ നിങ്ങൾക്കൊരു പ്രത്യേക വ്യക്തിത്വം ഉണ്ടാക്കുവാനും കഴിയുന്ന 15 വഴികൾ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ വളരെ ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത തവണ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.